ആലപ്പുഴയിലെ താറാവ് കർഷകർ പ്രത്യക്ഷ സമരത്തിൽ താറാവ് കൃഷി നിരോധിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നും കർഷകർ. പക്ഷിപ്പനി വ്യാപകമായതോടെ മാർച്ച് വരെ താറാവുകളെ വളർത്തരുതെന്ന നിർദ്ദേശമാണ് താറാവ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. നിർദ്ദേശം അപ്രായോഗികമെന്നും ഇവർ പറയുന്നു. താറാവ് നിരോധനം നിർത്തലാക്കുക. ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഒരു താറാവ് കർഷകനെ കൊണ്ടുവന്ന് 5 പേര് ജീവിക്കുന്നു, 5 കുടുംബം ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇണക്കി തരുക. ഞങ്ങളുടെ കടബാധ്യത എടുത്താണ് ഇപ്പോഴതിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ മുട്ട വിൽക്കാൻ സമ്മതിക്കത്തില്ല, ഇറച്ചി വിൽക്കാൻ സമ്മതിക്കത്തില്ല. എങ്ങനെ പിന്നെ മുന്നോട്ട് ജീവിക്കും? ഈ കർഷകരെങ്ങനെ ജീവിക്കും? ഇതിനോടനുബന്ധിച്ച് അരി കൊടുക്കുന്നവനും തോക്ക എടുക്കുന്നവനും മുട്ട വിൽക്കുന്നവനും അങ്ങനെ 5-6 കുടുംബം ഒരു താറാവ് കർഷകനെ കൊണ്ട് ജീവിക്കുകയാണ്. ഈ 5-6 പേരെ തൊഴിൽ നടത്തുന്ന ഏതൊരു മേഖലയുണ്ട് ഇന്ന്? ആ മേഖലകൾ അടയ്ക്കാൻ പറയുന്ന എന്ത് മര്യാദയായത്? അതിനെപ്പറ്റി പഠിക്കാതെ സർക്കാർ മുന്നോട്ട് ചാടി ഇങ്ങനെ ഒരു പ്രഖ്യാപനം പറയുന്നത് എന്തും മര്യാദയാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിലെ വൻകിടക്കാരെ സഹായിക്കാനാണ് താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതെന്നും വളർത്തൽ നിരോധിക്കുന്നതെന്നും കർഷകർ ആരോപിച്ചു. കൊന്നൊടുക്കിയ പക്ഷികളുടെ നഷ്ടപരിഹാരം വൈകുന്നതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പക്ഷിപ്പനി വരുമ്പോഴത്തേന് മുഴുവൻ താറാവ് കർഷകരെയും ഈ തൊഴിലിൽ നിന്ന് നിരോധിക്കുക എന്ന് പറയുന്നത് സഹിക്കാനൊക്കാത്ത ഒരു കാര്യങ്ങളാണ്. ഞാനും ഒരു താറാവ് കർഷകനാണ്, ഇതുകൊണ്ട് ജീവിക്കുന്നത്. എന്നെക്കൊണ്ട് എത്ര പേര് ജീവിക്കുന്നു? അതിൻ്റെ മുട്ടയെ മുട്ട വിൽക്കുന്നവരും മറ്റു മേഖലയിൽ ജീവിക്കുന്നവരും ഒക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അത് നിരോധനം ഒരു കാരണവശാലും നടക്കുന്ന കാര്യങ്ങളല്ല. കൊന്നൊടുക്കലും നിരോധനവും നഷ്ടപരിഹാരവുമല്ല ശാശ്വത പരിഹാരം. പക്ഷിപ്പനി പ്രതിരോധ വാക്സിന്റെ സാധ്യതകൾ തേടണം. ഇതിന് സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, ആലപ്പുഴ.